വരൂ വരൂ വരൂ, ഇരിക്കൂ. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് ഇപ്പൊ ഇരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ബന്ധത്തിനൊക്കെ മാറ്റം വരാൻ പോവുകയല്ലേ. ഇരിക്കൂ. സാർ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. സാറിന് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയേ. അച്ഛനും അമ്മയും വന്നത് കുട്ടിയുടെ. അച്ഛനും അമ്മയല്ല, ഡാഡിയും മമ്മി. ഡാഡിയോ കേടിയോ അതിലല്ല കാര്യം. സാറിന് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കല്യാണം ഇപ്പൊ വേണോ അതോ പഠിത്തം കഴിഞ്ഞു മതിയോ? ഉടനെ വേണമെന്നാണ് സാറിന്റെ അഭിപ്രായം. കാരണം സാറിന്റെ സാമ്പത്തികം കുറച്ച് വീക്കാണേ. ഈ ബാങ്ക് ബാലൻസിലും റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ സാറിന് താല്പര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ഡാഡി മമ്മി എങ്ങനെയാ? ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ ധാരാളം ഉണ്ടോ? എങ്കിൽ ശ്രുതിയെ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയും ഞാൻ കേട്ടാ. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ വന്ന് അവിടെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ട്. ഈ വീട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അതെ അതെ, അപ്പൊ ആ വീടിന് മാത്രം വാടക കൊടുത്താൽ മതിയല്ലോ. എന്ത് പറയുന്നു? ഇന്ന് വന്നല്ലോ ശ്രുതിയുടെ ഡാഡി മമ്മി. 3-4 മാസം മുൻപ് ഇതേ ഡാഡി മമ്മി പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്നു. അന്നവർ വേറെ ഏതോ കുട്ടിയുടെ ഡാഡി മമ്മിയായിരുന്നു. അയ്യോ, നേരത്തെ തെറ്റുപറ്റിയതാ. സത്യമായിട്ട് അതിന്റെ ഡാഡി മമ്മിയാ. ആ കാർ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഡാഡിക്കും മമ്മിക്കും വാടക എത്ര കൊടുത്തു? ഡാഡി ടൗണിൽ ടാക്സി ഡ്രൈവർ ആണല്ലോ, അപ്പൊ കൂലിയല്ല വാടക. അതെ അതെ. ആ ഇരിക്കും, ബിരിയാണി റെഡി ആയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോവാം. നേരെ നേരെ നാരായണ, റബ്ബർ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞേ? ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞേ? പോകാൻ പറ്റേ, ഇങ്ങോട്ട് മാറി നിൽക്ക. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൗഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുമെന്നോ? ഒരിക്കൽ നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ? സോ അത് ഒരു വാണിംഗ് അല്ലെങ്കിൽ 2 വാണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ ഈ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാര വർമ്മ എന്നല്ല. കഴുതേ, ഇഡിയറ്റ്, സ്റ്റുപ്പിഡ്. സാർ, രാത്രിയിൽ ഒരു ഇറങ്ങി പോടോ. എന്താ എന്താ ആ മരം കൊണ്ടും പിന്നെ രസം ഒഴിച്ചോ? ഒന്ന് മിണ്ടാ തിരിയെടുത്തി. ശ്രുതി, നിക്ക്, ഞാൻ വിളിക്കാം. മോളെ അതോ പറഞ്ഞ് ചേട്ടത്തി വിളിക്കുന്നത്. ഭയങ്കര ചൂടില്ല. ചേട്ടത്തി വാ, അവളവിടെ കിടക്കട്ടെ. കൊറേ നേരമായല്ലോ അത് വാതിലടച്ചകത്തിരിക്കുന്നു. ഞാൻ പോയി വിളിക്കട്ടെ. മറിയാമ്മ ചേട്ടത്തിക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം. വരുമ്പോ വരട്ടെ. എടി മങ്ങിനി, ഞങ്ങൾ ചോറുണ്ടാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ വാ.